നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒക്ടോബർ മാസത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സിനകത്ത് പറയുന്നത്, അല്ലാത്തത് നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ ഒതുങ്ങിയ ഒരു പുസ്തകമാണ്, പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. 192 പേജുകൾ മാത്രമുള്ള A5 സൈസാണ്. A5 സൈസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന ആ പുസ്തകമില്ലേ, ആ പുസ്തകത്തിൻ്റെ സൈസിൽ 192 പേജുകൾ മാത്രമുള്ള പുസ്തകമാണ്. 2025 ഒക്ടോബർ മാസം വരെയുള്ള, ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പറഞ്ഞ പുസ്തകത്തിനകത്തുണ്ട്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനായിട്ട് പറ്റും. 2023 കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ്, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കൊടുത്തത്. 2024 കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഒരുപാടില്ല. 2025 കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആ പുസ്തകം ചെയ്തിട്ടുള്ളത്. പുസ്തകം എഴുതിയത് ഞാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും, നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകം. ഒരു കാരണവശാലും വായിക്കുമ്പോൾ മടുപ്പുണ്ടാവരുത് എന്ന രീതിയിൽ തീരുമാനിച്ചുറപ്പിച്ച് എഴുതിയ പുസ്തകമാണ്. 130 രൂപ മാത്രമേ ആ പുസ്തകത്തിന് വിലയുള്ളൂ. പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്, നമ്പരൊക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ശരി, നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമഗ്ര ESG നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കേരളം എന്നാണ്. ഏതാണ്? കേരളം. അവിടെ നിങ്ങൾക്ക് ESG എന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് ESG എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻവിയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ്. എൻവിയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് പോളിസി അഥവാ ESG നയം. ESG നയം വേറൊന്നുമല്ല, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വ്യവസായങ്ങളുടെ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം. അത്തരത്തിലൊരു നയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? കേരളമാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. 5ാമത് ലോക തേക്ക് കോൺഫറൻസ് കേരളത്തിൽ വെച്ച് നടന്നു. കേരളത്തിലെ ഏത് നഗരത്തിൽ വച്ചിട്ടാണ് 5ാമത് ലോക തേക്ക് കോൺഫറൻസ് നടന്നത് എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വച്ചിട്ടാണ്. എവിടെ വച്ചിട്ടാണ്? കൊച്ചിയിൽ വച്ചിട്ടാണ്, അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുമരങ്ങൾ കേരളത്തിലാണ്, നിലമ്പൂര്, അല്ലെ? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം കേരളത്തിലാണ്, നിലമ്പൂരാണ്, അല്ലെ? ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരം അത് കന്നിമരമാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്, അല്ലെ? അപ്പൊ അതൊക്കെയുള്ള കേരളത്തിലാണ് 5ാമത് ലോക തേക്ക് കോൺഫറൻസ് നടന്നിരിക്കുന്നത്. ഏത് നഗരത്തിൽ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വച്ചിട്ടാണ്. എവിടെ വച്ചിട്ടാണ്? കൊച്ചി, അല്ലെ? അവിടെ വേറൊരു കാര്യം കൂടി ഓർത്തോണം. ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ വന ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാലോ അത് നിലമ്പൂർ തേക്കാണ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? നിലമ്പൂർ തേക്കാണ്. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട്, ആ ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ കാടുകളിൽ നിന്ന് കൂടുതലായി കിട്ടുന്ന തടി ഉൽപ്പന്നം ഏതാണ്? തേക്കാണ്, അല്ലെ? അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? 2025 5ാമത് ലോക തേക്ക് കോൺഫറൻസിന് വേദിയായ നഗരം കൊച്ചി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. ഒരു സ്വയം സഹായ സംഘത്തെ നമുക്ക് പരിചയപ്പെടാം. സുശക്തി സ്വയം സഹായ സംഘം കേരള സർക്കാർ രൂപീകരിച്ച ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്, SHG ആണ്. ഏത്? സുശക്തി സ്വയം സഹായ സംഘം, അല്ലെ? കേരള സർക്കാർ രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ മാതൃകയിൽ രൂപീകരിച്ച ഒരു സ്വയം സഹായ സംഘമാണ് സുശക്തി സ്വയം സഹായ സംഘം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ആർക്കു വേണ്ടി രൂപീകരിച്ചു എന്നുള്ളതാണ്. ആർക്ക് വേണ്ടി? ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രൂപീകരിച്ചു, അല്ലെ? അത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തോണം.
ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ്, സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമുക്ക് ആധാർ കാർഡ് ഉണ്ട്, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. UDID കാർഡ് എന്നാണ് അതിനെ പറയുന്നത്, സവിശേഷ തിരിച്ചറിയൽ കാർഡ്. അപ്പൊ ആ കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണ പരിപാടിയുണ്ട്. ആ പ്രചരണ പരിപാടി നമ്മൾ മുമ്പിലത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. തന്മുദ്ര എന്നാണ് പ്രചരണ പരിപാടി അല്ലെ. ഭിന്നശേഷിക്കാർക്ക് സവിശേഷ തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടി കേരള സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര എന്ന് പറയുന്ന പ്രചരണ പരിപാടി. ആ തന്മുദ്ര എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരുടെ ഈ പറഞ്ഞ സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ എല്ലാം ആദ്യം പൂർത്തിയാക്കിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ലയാണ് അല്ലെ. കറണ്ട് അഫയേഴ്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പൊ ഇവിടെ എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്വയം സഹായ സംഘമാണ് സുശക്തി സ്വയം സഹായ സംഘം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയിലോട്ട് വരാം. സല്ലാപം പദ്ധതി. എന്താണ് സല്ലാപം പദ്ധതി അല്ലെ? കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സല്ലാപം പദ്ധതി. സല്ലാപം പദ്ധതി ആർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്നറിയാമോ? വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി. ഇതിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? എന്ത് ക്ഷേമ പ്രവർത്തനമാണ് സല്ലാപം പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് വൃദ്ധരുണ്ട് അല്ലെ. പല വീടുകളിലും വൃദ്ധർ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ നാട്ടിലില്ലായിരിക്കും. അപ്പോൾ അവർ വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഈ വയോജനങ്ങൾ വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ മാനസിക സംഘർഷം ലഘൂകരിച്ച് അവർക്ക് മാനസിക ഉന്മേഷം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? സല്ലാപം പദ്ധതി അല്ലെ. അപ്പോൾ വയോജനങ്ങളുടെ ഏകാന്തത അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സല്ലാപം പദ്ധതി എന്ന് ഓർക്കണം. അത് പറയുമ്പോൾ വേറെ ഒരു പദ്ധതിയുണ്ട്, മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. 60 വയസ്സ് കഴിഞ്ഞ പല്ല് കൊഴിഞ്ഞ ആൾക്കാർക്ക് പല്ല് സെറ്റ് നൽകുന്ന കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. ഏതാണ്? മന്ദഹാസം പദ്ധതി അല്ലെ. അതും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ മറവി രോഗബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഓർമ്മത്തോണി. ഏതാണ്? ഓർമ്മത്തോണി അല്ലെ. അപ്പൊ ഓർമ്മത്തോണി എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. മന്ദഹാസം എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങളുടെ മാനസിക ഉന്മേഷത്തിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് ഏത്? സല്ലാപം പദ്ധതി. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ട് വീണ്ടും വരാം. സമഗ്ര ഹീമോഫീലിയ പരിചരണ കേന്ദ്രം. കേരളത്തിൽ ആദ്യമായിട്ട് സമഗ്ര ഹീമോഫീലിയ പരിചരണ കേന്ദ്രം ആരംഭിച്ചത് ഏത് മെഡിക്കൽ കോളേജിലാണ്? അത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഹീമോഫീലിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അതൊരു ജനിതക രോഗമാണ്, പാരമ്പര്യ രോഗമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റോയൽ ഡിസീസ്, രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം അല്ലെ. രക്തം കട്ട പിടിക്കുന്നതിന് ഒരുപാട് സമയമെടുക്കുന്ന അല്ലെങ്കിൽ കാലതാമസം എടുക്കുന്നതാണ് ഏത് രോഗം? ഹീമോഫീലിയ രോഗം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. എമിസി സുമാബ് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എമിസി സുമാബ് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എമിസി സുമാബ് ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഹീമോഫീലിയ രോഗികൾക്കുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് ഏത്? എമിസി സുമാബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ. ഒരു കുത്തിവയ്പ്പൊക്കെ ഏതാണ്ട് 3 ലക്ഷം രൂപയാണ്. അതിന്റെ ചെലവെന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. എന്തായാലും ഈ പറഞ്ഞ എമിസി സുമാബ് ചികിത്സ കേരളത്തിൽ
18 വയസ്സിന് താഴെയുള്ള എല്ലാ ഹീമോഫീലിയ രോഗികൾക്കും സംസ്ഥാന സർക്കാർ ഇപ്പോൾ സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഏതാണ്ട് 300ഓളം വരുന്ന ഹീമോഫീലിയ രോഗികൾക്ക് അതിൻ്റെ ഗുണം കേരളത്തിൽ ലഭിക്കും. അപ്പോൾ എമിസിസുമാബ് ചികിത്സ 18 വയസ്സിന് താഴെയുള്ളവർക്ക് എമിസിസുമാബ് ചികിത്സ സൗജന്യമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏത്? നല്ലൊരു ചോദ്യമാണ്. കേരളമാണ്. അതുപോലെ തന്നെ ഒരു പദ്ധതി ഓർത്തോണം, ആരോഗ്യ പദ്ധതി ഓർത്തോണം. ഹീമോഫീലിയ രോഗികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അതുപോലെ ഓട്ടിസം രോഗികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? ആശാധാര എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഹീമോഫീലിയ രോഗം പറയുമ്പോൾ ആശാധാര പദ്ധതി ഓർമ്മ വേണം. അതുപോലെ എമിസിസുമാബ് എന്ന് പറയുന്ന ചികിത്സ ഓർമ്മ വേണം. 18 വയസ്സിന് താഴെയുള്ള എല്ലാ ഈ പറഞ്ഞ ഹീമോഫീലിയ രോഗബാധിതർക്കും സൗജന്യ എമിസിസുമാബ് ചികിത്സ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്നുള്ള പോയിന്റ് ഓർമ്മ വരണം. ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? സമഗ്ര ഹീമോഫീലിയ പരിചരണ കേന്ദ്രം കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു ചോദ്യമുണ്ട്. ആദ്യമായിട്ട് ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെ, ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ ഹോസ്പിറ്റൽ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? മെഡിക്കൽ കോളേജ് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പം നിങ്ങൾക്ക് സംശയം വരും, സാറേ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അല്ലേ? അത് സ്വകാര്യ ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജനറൽ ഹോസ്പിറ്റൽ ഏതാണ്? അങ്ങനെയും ചോദിക്കാം. ജനറൽ ഹോസ്പിറ്റൽ, അതും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വരുന്നതാണ്. അതേതാണ്? എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റുകളാണ്. അപ്പോൾ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായിട്ട് നടത്തിയ സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് അല്ലെ. ഇതുപോലെ ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു അല്ലെ. ആർക്കാണ് ലഭിച്ചത്? നിങ്ങൾക്കറിയാം, ഇ സന്തോഷ് കുമാർ. വയലാർ സാഹിത്യ പുരസ്കാരം, എഴുത്തച്ഛൻ സാഹിത്യ പുരസ്കാരം, വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം, ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്ക്? ഇ സന്തോഷ് കുമാർ അല്ലെ. ഈ സന്തോഷ് കുമാർ കൃതി ഏത് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ അല്ലെ. ആരാണ് വയലാർ രാമവർമ്മ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. മലയാള ചലച്ചിത്ര സിനിമാ രംഗത്തെ ആ ഗാനശാഖയിൽ ഏറ്റവും പേര് കേട്ട പേരാണ്, മലയാളത്തിൽ അറിയപ്പെടുന്ന ഗാനരചയിതാവാണ്. ആര്? വയലാർ രാമവർമ്മ അല്ലെ. ദേശീയ അംഗീകാരം, ചലച്ചിത്ര മേഖലയിൽ ഗാനരചനയ്ക്കുള്ള ദേശീയ അംഗീകാരം ആദ്യം നേടിയ വ്യക്തിയാണ് വയലാർ രാമവർമ്മ എന്ന് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരം, ഈ പുരസ്കാരം ആദ്യം കൊടുക്കാൻ തുടങ്ങിയ എന്നാണ്? 1977. വയലാർ പുരസ്കാരം ആദ്യം കൊടുക്കാൻ തുടങ്ങുന്നത് 1977 ആദ്യം നേടിയതാര്? അത് നിങ്ങൾക്കറിയാം, ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യത്തെ വയലാർ പുരസ്കാരം 1977 ലഭിച്ചത്. ഏതാണ് ആ കൃതി? നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി അല്ലെ. ഇതിപ്പോ 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം 2025 ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. തപോമയുടെ അച്ഛൻ. ശരി, അടുത്ത ഒരു പുരസ്കാരത്തിലോട്ട് വരാം. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം അല്ലെ. ഈ പുരസ്കാരം പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ജോസഫ് മുണ്ടശ്ശേരി ആരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്.
കേരള നിയമസഭയിൽ ആദ്യമായിട്ട് 1957 വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാലും ഒരൊറ്റ ഉത്തരമാണ്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ? എത്രയോ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചു വയ്ക്കേണ്ടതാണ് കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് അറിയപ്പെടുന്ന ഒരു നോവലാണ്. കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് എന്ന നോവൽ രചിച്ചതാരെന്നറിയാമോ? ജോസഫ് മുണ്ടശ്ശേരിയാണ്. പ്രൊഫസർ എന്ന പേരിൽ ഒരു നോവലുണ്ട്. ആ നോവൽ എഴുതിയതാരെന്നറിയാമോ? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നാടകാന്തം കവിത്വം. നാടകാന്തം കവിത്വം എന്ന കൃതി രചിച്ചതാരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു കൃതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട് വായനശാലയിൽ. വായനശാലയിൽ എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? ജോസഫ് മുണ്ടശ്ശേരി അല്ലെ. ആ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന സാഹിത്യ പുരസ്കാരം 2024 അത് ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം? NS മാധവന്. ആർക്കാണ്? NS മാധവൻ. NS മാധവനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് അല്ലെ. ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ്, എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതിന് ശേഷം ചോദിച്ച ചോദ്യമാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയനകൾ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയനകൾ എന്ന് പറയുന്ന നോവൽ രചിച്ചതാര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? NS മാധവൻ. NS മാധവന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്, ഓർത്തു വയ്ക്കുക. ഹിഗ്ഗിറ്റ. ഹിഗ്ഗിറ്റ ഒരു ഗോളിയുടെ കഥയാണ്. ഗോൾ പോസ്റ്റിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥനായി നിൽക്കുന്ന ഒരു ഗോളിയുടെ ആത്മസംഘർഷങ്ങൾ പറയുന്ന കഥയാണ് ഈ പറഞ്ഞ ചെറുകഥയാണ് ഹിഗ്ഗിറ്റ. ഹിഗ്ഗിറ്റ. അപ്പോൾ ആ പറഞ്ഞ ചെറുകഥ ശ്രദ്ധിച്ചു വയ്ക്കുക. ലണ്ടൻ ബത്തേരിയിൽ ലുത്തേനകൾ എന്ന് പറയുന്ന NS മാധവന്റെ നോവൽ ശ്രദ്ധിച്ചു വയ്ക്കുക. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. 2025 അല്ല 24 പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത്? ഈ പറഞ്ഞ NS മാധവന് കിട്ടിയത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്താണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നമ്മൾ പറയും ഇന്ത്യയിൽ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് പുരസ്കാരം എന്ന് പറയും. ഇന്ത്യയിലെ സാഹിത്യ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയും അല്ലെ. കായിക രംഗത്ത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഖേൽ രത്ന പുരസ്കാരം എന്ന് പറയും. അതുപോലെ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമായിരുന്നു ഇന്ത്യയിൽ ശാസ്ത്രരംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് എന്ന് പണ്ടൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തരം ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ആ പുരസ്കാരം, അങ്ങനെയുള്ള കുറേ പുരസ്കാരങ്ങൾ 2023 കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ട് ഒരു പുതിയ പുരസ്കാരം പ്രഖ്യാപിച്ചു. അതാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അപ്പോൾ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്ര മേഖലയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം 4 മേഖല തിരിച്ചാണ് നൽകുന്നത്. അതായത് ഏതാണ്? ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരത്തിന് പ്രത്യേകം പറയും രാഷ്ട്രീയ വിജ്ഞാൻ രത്ന പുരസ്കാരം. രാഷ്ട്രീയ വിജ്ഞാൻ രത്ന പുരസ്കാരം എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പൊതുവിലുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ അതിന് നൽകുന്ന പുരസ്കാരമുണ്ട്. അതാണ് രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ യുവശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്ന പുരസ്കാരമുണ്ട്. അതാണ് രാഷ്ട്രീയ വിജ്ഞാൻ യുവ പുരസ്കാരം. ഇനി അത് കഴിഞ്ഞിട്ട് ടീം വർക്ക്, അതായത് ഈ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന പുരസ്കാരമുണ്ട് രാഷ്ട്രീയ വിജ്ഞാൻ ടീം പുരസ്കാരം. അങ്ങനെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ശാസ്ത്രരംഗത്ത് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമാണ്. അത് 4 കാറ്റഗറിയിൽ നൽകും.
അപ്പൊ 2025 കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ശാസ്ത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അതിൽ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ പേരാണ് എൻ ജയൻ. എൻ ജയൻ ISROയിലെ സയന്റിസ്റ്റ് ആണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പ്രഥമ സുകുമാർ സ്മാരക പുരസ്കാരം. പ്രഥമ സുകുമാർ സ്മാരക പുരസ്കാരം. ഇപ്പൊ സുകുമാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് സുകുമാർ അഴീക്കോടാണ് ഓടിക്കേറി വരുന്നത്, അല്ലെ? സുകുമാർ അഴീക്കോട് മലയാളത്തിൽ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനാണ്, സാഹിത്യ പണ്ഡിതനാണ്. ആര്? സുകുമാർ അഴീക്കോട്, അല്ലെ? അദ്ദേഹത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഈ സുകുമാർ വേറെ സുകുമാറാണ്. അതായത് ഇദ്ദേഹം ഒരു ഹാസ്യ സാഹിത്യകാരനാണ്, കാർട്ടൂണിസ്റ്റാണ്. കാർട്ടൂണിസ്റ്റും അതുപോലെ തന്നെ ആക്ഷേപ സാഹിത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഈ പറഞ്ഞ ഹാസ്യ സാഹിത്യകാരനാണ് സുകുമാർ എന്ന് പറയുന്ന വേറൊരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യമായിട്ട് പ്രഥമ സുകുമാർ സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തി. അത് 2025 പ്രഥമ സുകുമാർ സ്മാരക പുരസ്കാരം ലഭിച്ചത് മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചലച്ചിത്ര താരത്തിനാണ്. ആർക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ നടൻ ഇന്ദ്രൻസിനാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഇന്ദ്രൻസിന്റെ ആത്മകഥ ഓർമ്മയുണ്ടോ? ഇന്ദ്രധനുസ്. ഓർത്തു വെക്കണം. ഇതുപോലെ ഒരു കൃതി പണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമായിരുന്നു. ക്യാൻസർ വാർഡിലെ ചിരി. ആരുടേതാണ്? മരിച്ചുപോയ ഇന്നസെന്റിന്റെ കൃതിയാണ് ക്യാൻസർ വാർഡിലെ ചിരി, അല്ലെ? അതുപോലെ ഒരു സിനിമാ താരത്തിന്റെ കൃതി ചോദിക്കുമായിരുന്നു. ഈശ്വര വഴക്കില്ലല്ലോ. ഈശ്വര വഴക്കില്ലല്ലോ. ആരുടേതാണ്? സിനിമാ താരം സലിം കുമാറിന്റെ ഈ പറഞ്ഞ കൃതിയാണ് ഈശ്വര വഴക്കില്ലല്ലോ, അല്ലെ? ഇവിടെ ഇപ്പൊ ഇന്ദ്രൻസിന്റെ ആത്മകഥ ഏതാണ്? ഇന്ദ്രധനുസ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ വേറൊരു പേര് പഠിച്ചിരുന്നു, പ്രേംകുമാർ, അല്ലെ? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് രഞ്ജിത്ത് ഇരുന്നു. ചെറിയ വിവാദങ്ങളുടെ ഈ പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ചു. താൽക്കാലികമായിട്ട് മറ്റൊരു ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഇരുത്തി. അത് പ്രേംകുമാർ ആയിരുന്നു, അല്ലെ? ഇപ്പോ പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംസ്ഥാന സർക്കാർ നിയമിച്ചു. ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. റസൂൽ പൂക്കുട്ടി, അല്ലെ? അപ്പൊ 2025 ഒക്ടോബറിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്ന് ചോദിച്ചാല് അത് റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി അറിയാത്ത മലയാളികളില്ല, അല്ലെ? ഓസ്കാർ പുരസ്കാരം നേടിയ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി എന്നറിയാം. ശബ്ദ മിശ്രണത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ഓസ്കാർ പുരസ്കാരം ലഭിച്ചതെന്ന് അറിയാം. ആ സിനിമ സ്ലം ഡോഗ് മില്ലിനിയർ എന്ന് പറയുന്ന സിനിമയാണ്, അല്ലെ? കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് റസൂൽ പൂക്കുട്ടി. ആ റസൂൽ പൂക്കുട്ടിയാണ് നിലവിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. 2025 ഒക്ടോബറിലാണ് സർക്കാർ അദ്ദേഹത്തെ നിയമിച്ചത്. അതിന് തൊട്ട് മുമ്പ് വരെ ആരായിരുന്നു? പ്രേംകുമാർ ആയിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അല്ലെ? ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ചലച്ചിത്ര അവാർഡ് കിട്ടി എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ പറഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ആ അവാർഡ് നിർണയ ജൂറി ചെയർമാൻ, ഏറ്റവും മികച്ച സിനിമ ഏതാണ്, ഏറ്റവും മികച്ച നടൻ ആരാണ് എന്നൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ജൂറിമാരുണ്ടായിരിക്കും. അതിന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ തമിഴ് ചലച്ചിത്ര താരം പ്രകാശ് രാജ്. ആരാണ്? പ്രകാശ് രാജ്, അല്ലെ? അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ട 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആർക്കൊക്കെ കിട്ടി എന്നുള്ളതാണ്. അത് ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് വരുന്നതല്ല, നവംബറിലെ കറണ്ട് അഫയേഴ്സ് വരുന്നതാണ്. നമുക്കപ്പോൾ പഠിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ പ്രശസ്ത തമിഴ് സിനിമാ താരം പ്രകാശ് രാജ് ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2025 ഒക്ടോബറിൽ നമ്മുടെ രാഷ്ട്രപതി, അല്ലെ, ദ്രൗപദി മുർമു, നിലവിൽ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ദ്രൗപദി മുർമു, അല്ലെ, കേരളം സന്ദർശിക്കാൻ വന്നു. 4 ദിവസമായിരുന്നു സന്ദർശനം, അല്ലെ? ആ സമയത്ത് കേരളത്തിലെ രാജ്ഭവനിൽ അവര് മുൻ പ്രസിഡന്റിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഏത് മുൻ പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിയുടെ പ്രതിമയാണ് 2025 ഒക്ടോബറിൽ ദ്രൗപദി മുർമു രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് KR നാരായണന്റെ പ്രതിമയാണ്, അല്ലെ? KR നാരായൺ ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി. 15ാമത് രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു.
കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് KR നാരായൺ. ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയാണ് KR നാരായൺ, അല്ലെ? നമുക്കറിയാം, കോട്ടയം ഉഴവൂർ സ്വദേശി. അപ്പോൾ 2025 ഒക്ടോബറിൽ രാജ്ഭവനിൽ ഏത് മുൻ രാഷ്ട്രപതിയുടെ പ്രതിമയാണ് നിലവിലത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചാൽ KR നാരായണന്റെ പ്രതിമയാണ് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഒക്ടോബറിൽ മരണപ്പെട്ട ഒരു വ്യക്തിത്വമാണ് TJS ജോർജ്. TJS ജോർജ് ഏത് രംഗത്ത് പ്രസിദ്ധനാണ് എന്നുള്ളതായിരിക്കും ചോദ്യം. TJS ജോർജ് ആരായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു മാധ്യമ പ്രവർത്തകനാണ്, മലയാളിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മലയാളിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് TJS ജോർജ്. അപ്പോൾ 2025 ഒക്ടോബർ മാസത്തിൽ മരണപ്പെട്ട TJS ജോർജ് ഏത് മേഖലയിൽ പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ മാധ്യമ പ്രവർത്തകൻ, ജേർണലിസം, പത്രപ്രവർത്തകനാണ്, ജേർണലിസം എന്ന് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഒക്ടോബറിൽ മരണപ്പെട്ട മാനുവൽ ഫെഡറിക് ഏത് മേഖലയിൽ പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ കായികം. ഏതാണ്? സ്പോർട്സ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹോക്കി താരം, ഇന്ത്യൻ ഹോക്കി താരമായിരുന്നു ആര്? മാനുവൽ ഫെഡറിക്. മലയാളിയാണ് മാനുവൽ ഫെഡറിക്. 1972 ജർമ്മനിയിൽ മ്യൂണിക്കിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. ആ 1972 ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടി. ആ ടീമിൽ അംഗമായിരുന്ന മലയാളിയാണ് മാനുവൽ ഫെഡറിക്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. അതിനുശേഷം ഒളിമ്പിക് മെഡൽ നേടിയ വേറൊരു മലയാളി കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടി. ആ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, PR ശ്രീജേഷ്. ആരാണ്? PR ശ്രീജേഷ്. അപ്പോൾ 2025 ഒക്ടോബർ മാസത്തിൽ മരണപ്പെട്ട മാനുവൽ ഫെഡറിക് ഏത് രംഗത്ത് പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ മലയാളി ആയിട്ടുള്ള ഹോക്കി താരമായിരുന്നു. ആദ്യത്തെ ഈ പറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവായിട്ടുള്ള മലയാളി. ഏത് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്ത് വിജയിച്ചത്? 1972 മ്യൂണിക് ഒളിമ്പിക്സ്. ശരി, പലതുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒളിമ്പിക്സ് ആണ് 1972 മ്യൂണിക് ഒളിമ്പിക്സ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഇസ്രായേൽ അത്ലറ്റുകൾ എന്ത് ചെയ്യപ്പെട്ടത്? കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഈ പറഞ്ഞൊരു ഒളിമ്പിക്സ് കൂടിയാണ് ഏത്? മ്യൂണിക് ഒളിമ്പിക്സ് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്തത് റെയ്ല അമോല ഒഡിംഗ. ആരാണ് റെയ്ല അമോല ഒഡിംഗ? 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് മരണപ്പെട്ട ഒരാളാണ് റെയ്ല അമോല ഒഡിംഗ, അല്ലെ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹം ഇവിടെയുള്ള ആളല്ല, ചികിത്സക്കായിട്ട് വന്നതാണ്. ആയുർവേദ ചികിത്സക്കായിട്ട് കേരളത്തിലെത്തിയ ആളാണ്. ഇയാൾ ശരിക്കും ആരാണ്? ഇയാൾ കെനിയയിലെ മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മരണപ്പെട്ടത്, അറ്റാക്കിനെ തുടർന്ന് മരണപ്പെട്ടത് കേരളത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് മരണപ്പെട്ട റെയ്ല അമോല ഒഡിംഗ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? മുൻ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ കെനിയയിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു റെയ്ല അമോല ഒഡിംഗ, അല്ലെ? അപ്പൊ 3 മരണം പറഞ്ഞു. TJS ജോർജ് ആരെന്ന് മനസ്സിലായി, ജേർണലിസം. അതുപോലെ പത്രപ്രവർത്തകൻ. മാനുവൽ ഫെഡറിക് ഹോക്കി താരം. റെയ്ല അമോല ഒഡിംഗ കെനിയയിലെ മുൻ പ്രധാനമന്ത്രി, അല്ലെ? പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന ആളാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് ഈ ഭാഗത്തുനിന്നൊരു ചോദ്യം ഉണ്ടാവും. അത് പ്രസ്താവന രീതിയിൽ തന്നെ ചോദ്യം വരികയും ചെയ്യും. സംസ്ഥാന സ്കൂൾ കായികമേള 2025-2026. സംസ്ഥാന സ്കൂൾ കായികമേള ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒളിമ്പിക്സ് മാതൃകയിലാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാനത്ത് നടത്തുന്ന 2ാമത്തെ സ്കൂൾ കായികമേളയാണ് 2025-26 സ്കൂൾ കായികമേള. അപ്പോൾ അതിൻ്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേള 2025-2026 നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഈ പറഞ്ഞ വേദി ഏതാണ്? വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ്. പക്ഷേ 2025-2026 സ്കൂൾ കായികമേള, തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്കൂൾ കായികമേള, അതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ ഒരു സിനിമാ നടിയാണ് കീർത്തി സുരേഷ്, അല്ലെ? നമ്മുടെ കൊച്ച് കീർത്തി സുരേഷ്, അല്ലെ? ഓർത്ത് വെക്കണം, കീർത്തി സുരേഷ്, അല്ലെ? ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ കായികമേളയുടെ ഭാഗ്യചിഹ്നം. ഈ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒരു മുയൽക്കുട്ടിയാണ്. ആ മുയൽക്കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? തങ്കു. എന്താണ്? തങ്കു, അല്ലെ? അപ്പൊ അത്
ഓർത്ത് വയ്ക്കണം. ഇനി അവിടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ പറഞ്ഞ കായികമേളയിൽ ഒരു ഇനം പുതുതായിട്ട് ഉൾക്കൊള്ളിച്ചു. 2025-2026 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉൾക്കൊള്ളിച്ച മത്സര ഇനം ഏത് എന്ന് ചോദിച്ചാൽ ഒരു മാർഷൽ ആർട്ടാണ്. ഏത്? ഈ പറഞ്ഞ കളരിപ്പയറ്റ്. ഏതാണ്? കളരിപ്പയറ്റ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കായികമേള, സംസ്ഥാന സ്കൂൾ കായികമേള 2025-2026 ഓവറോൾ കിരീടം നേടിയത് ഏത് ജില്ല അല്ലെങ്കിൽ ടീം എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ടീമാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ മത്സരങ്ങളെല്ലാം നടന്നത്. ഓവറോൾ കിരീടം നേടിയതും ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. രഞ്ജി ട്രോഫി 2025-26 അതിൽ കേരള ക്രിക്കറ്റ് ടീമിന്റെ, കേരള രഞ്ജി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരെ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അസുറുദ്ദീനാണ്. ആരാണ്? മുഹമ്മദ് അസുറുദ്ദീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരമാണ് രഞ്ജി ട്രോഫി. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരമാണ് ഏത്? രഞ്ജി ട്രോഫി. അപ്പോൾ 2025-2026 രഞ്ജി ട്രോഫി മത്സരം, ആ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഈ പറഞ്ഞ കേരള ടീമിനെ നയിക്കുന്നത് ആരാണ്? മുഹമ്മദ് അസുറുദ്ദീനാണ്. അല്ലെ? കഴിഞ്ഞ ടൂർണമെന്റ്, അതായത് ഇതിന്റെ മുമ്പിലത്തെ ടൂർണമെന്റിൽ കേരളം ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ രഞ്ജി ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളം വരുന്നത് കഴിഞ്ഞ തവണയാണ്. ആ സമയത്ത് കേരള ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സച്ചിൻ ബേബി ആയിരുന്നു. നമ്മൾ വിദർഭയോട് പരാജയപ്പെട്ടു അല്ലെ? ഫൈനലിൽ നമ്മൾ വിദർഭ ടീമിന്റെ കൂടെ തോറ്റു. ആ സമയത്ത് ക്യാപ്റ്റനാര്? സച്ചിൻ ബേബി. ഇപ്പോൾ ഈ പറഞ്ഞ രഞ്ജി ട്രോഫി, ഈ പറഞ്ഞ ടൂർണമെന്റ് ഇപ്പോഴത്തെ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാര് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അസുറുദ്ദീനാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക അല്ലെ? അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഏത്? രഞ്ജി ട്രോഫി. ഇന്ത്യയുടെ ആഭ്യന്തര ഫുട്ബോൾ മത്സരം ഏത്? അതാണ് സന്തോഷ് ട്രോഫി. കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി നടന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഈ പറഞ്ഞ ഫൈനലിലെത്തി. സന്തോഷ് ട്രോഫിയിലും നമ്മൾ ഫൈനലിലെത്തി. പക്ഷെ ഫൈനലിൽ നമ്മൾ ബംഗാളിനോട് തോറ്റു. ഒന്ന് ഓർത്ത് വച്ചേക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ട് വരാം. 2025 വനിതാ ബ്ലൈൻഡ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഏതായിരുന്നു? എവിടെയായിരുന്നു? അല്ലെ? ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അത് കൊച്ചിയിലായിരുന്നു. എവിടെയായിരുന്നു? കൊച്ചി. 2025 വനിതാ ബ്ലൈൻഡ് ലോകകപ്പ്, വനിതാ ബ്ലൈൻഡ് ലോകകപ്പ്, കണ്ടുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വനിതകൾക്കുള്ള ലോകകപ്പാണ്. 2025 വനിതാ ബ്ലൈൻഡ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി കൊച്ചിയായിരുന്നു. ആ പറഞ്ഞ ബ്ലൈൻഡ് ലോകകപ്പിൽ കിരീടം നേടിയത് അർജന്റീന ടീമാണ്. ഇംഗ്ലണ്ടിനെ ഈ പറഞ്ഞ് തോൽപ്പിച്ച അർജന്റീന ടീമാണ് കിരീടം നേടിയത്. ഈ പറഞ്ഞ ആ ടൂർണമെന്റ് നടന്നത് എവിടെയാണ്? കേരളത്തിൽ കൊച്ചിയിൽ വെച്ചാണ് എന്ന് ഓർക്കുക അല്ലെ? 5ാമത് ലോക തേക്ക് കോൺഫറൻസിന് വേദി ആയിട്ടുള്ള പട്ടണം, നഗരം ഏതായിരുന്നു? അത് കേരളത്തിലായിരുന്നു, കൊച്ചി ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 2025 ഒക്ടോബർ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ക്ലാസ്സിനകത്ത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പറയാനുള്ള സൗകര്യവും അതിനകത്ത് പരിഗണിക്കും. അപ്പോൾ അല്ലാതെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടിനകത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. 2023, 2024, 2025 3 വർഷങ്ങളിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ട്. 2023 കുറച്ച് കാര്യങ്ങളെ വെച്ചിട്ടുള്ളൂ. കാരണം 2023 കാര്യങ്ങളൊന്നും ഇനി ഒരുപാടൊന്നും ചോദിക്കത്തില്ല. എങ്കിലും അത്യാവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ 2024 കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് 2025 വർഷത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ ഈ പറഞ്ഞ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ്. A5 സൈസാണ്, ചെറിയ സൈസാണ്. 192 പേജ്. 192 പേജ്. വിലയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. 130 രൂപ മാത്രമേ ഈ പറഞ്ഞ റാങ്ക് ഫയലിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പുസ്തകത്തിന് വിലയായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോസ്റ്റൽ ചാർജ് നിങ്ങൾ വേറെ കൊടുക്കേണ്ട. പോസ്റ്റൽ ചാർജ്, കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ ഈ പറഞ്ഞ നിങ്ങൾക്ക് 130 രൂപയ്ക്ക് ഈ പുസ്തകം നാട്ടിൽ കിട്ടും. അപ്പോൾ അത്
വേണമെന്നുള്ളവർ ഈ നമ്പറിലോട്ട് ഇപ്പം എന്ത് ചെയ്യണം, വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ, ആദ്യം വിളിക്കുന്നവർക്ക് പുസ്തകം തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗം വേറെയില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.